ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ LLB യൂണിവേഴ്സിറ്റി എക്സാംസ്. അപ്പോൾ 2024 അഡ്മിഷൻ എടുത്ത 3 ഇയർ LLB സ്റ്റുഡൻസും 5 ഇയർ LLB സ്റ്റുഡൻസും ഉടനെ തന്നെ അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതും. അപ്പോൾ ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചോളം ഭയങ്കര കൺഫ്യൂഷൻ തരുന്ന ഒരു ഫാക്ടറാണ് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി എക്സാം എഴുതേണ്ടത്, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ തരുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ 5 ഇയർ LLB സ്റ്റുഡൻസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അതിൽ ബ്രീഫായിട്ട് ഞാനൊരു പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ 5 ഇയർ LLB സ്റ്റുഡൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പോയി കാണാം. അപ്പോൾ 5 ഇയർ LLB സ്റ്റുഡൻസിന്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായി, സാർ 3 ഇയർ LLB സ്റ്റുഡൻസിന് വേണ്ടിയും ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ 3 ഇയർ LLB സ്റ്റുഡൻസിന് വേണ്ടിയാണ്. 3 ഇയർ യൂണിറ്ററി LLB സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ഏറ്റവും അവസാനമായിട്ട് നടന്നൊരു ഫസ്റ്റ് സെമസ്റ്റർ പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ വെച്ച് ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പറയാനുള്ളത്, ഈ 3 ഇയർ LLB സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഡിഗ്രി എക്സാമിനേഷൻ എഴുതേണ്ടതെന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് ബ്രീഫായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി ഒരു ഡിഗ്രിയൊക്കെ എഴുതി പാസ്സായി വന്ന് LLB എടുത്തവരാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ബട്ട് ചില കാര്യങ്ങൾ LLB യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി 5 ഇയറിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 75-25 അതാണിത്. 75 മാർക്സ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് റിട്ടേൺ ആയിട്ട് എഴുതിയെടുക്കും. 25 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ആണ്. ഓക്കെ, ആ ഇന്റേണൽ മാർക്സ് മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യും. മാക്സിമം അതിൽ 10 മാർക്ക് അസൈൻമെന്റ്, 10 മാർക്ക് ടെസ്റ്റിന് വേണ്ടി, 5 മാർക്സ് അറ്റൻഡൻസിന് വേണ്ടി. അപ്പൊ അത് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുക. ആ ഇന്റേണൽ മാർക്സ് കുറയും എന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ എഴുതുമ്പോൾ പ്രഷർ കൂടും നമ്മൾ. അപ്പോൾ ഇന്റേണൽ മാർക്സ് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. ഒരു എക്സാമിന് എഴുതാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ കലണ്ടർ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൊഡ്യൂൾ വൈസ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മൊഡ്യൂൾ വെച്ച് സിലബസ് കൊടുത്തിട്ടുണ്ട്. ആ മൊഡ്യൂൾസ് ഓരോന്നായി കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ലൈബ്രറിയിൽ പോയിട്ട് നല്ല നല്ല ഓതേഴ്സിന്റെ നല്ല നല്ല ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഗൈഡ് മാത്രം ആശ്രയിച്ച് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാണ്ട് കുറച്ചൊക്കെ നല്ല ബുക്സ് ഒക്കെ എടുത്ത് ലൈബ്രറി ബുക്സ് ഒക്കെ എടുത്ത് റെഫർ ചെയ്ത് ടീച്ചേഴ്സ് നോട്ട്സ് ഒക്കെ വെച്ച് നല്ല വൃത്തിക്ക് എഴുതാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ നമ്മുടെ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ റിസർച്ച് കപ്പാബിലിറ്റീസും അതുപോലെ നമ്മുടെ നോളജ് ഒക്കെ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാം, പ്രത്യേകിച്ച് ഫസ്റ്റ് സെം യൂണിവേഴ്സിറ്റി എക്സാം വളരെ സീരിയസ്നെസ്സോടെ സമീപിക്കും. കാരണം ഒരു സെം 2 സെം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾ അതിനോട് എന്ത് അക്ലിമറ്റൈസ് ആവും. ആദ്യത്തെ ഒരു സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ഒരു പേപ്പർ ഏറ്റവും അവസാനമായിട്ട് നടന്നൊരു ഫസ്റ്റ് സെം പേപ്പർ നമുക്ക് എടുക്കാം, ക്രൈംസിന് പേപ്പർ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മാർക്കിംഗ് പാറ്റേൺ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഇത് ഫസ്റ്റ് സെമസ്റ്റർ LLB 3 ഇയർ ഡിഗ്രി എക്സാം നവംബർ 2023. ഓക്കെ, ക്രൈംസിന്റെ പേപ്പറാണത്. ഓക്കെ, ക്രൈംസിന്റെ പേപ്പറാണത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം റിട്ടേൺ മാർക്സ് 75 മാർക്സ്, ബാക്കി 25 മാർക്സ് ഇന്റേണലാണ്. ഈ ഇന്റേണൽ മിനിമം മാർക്ക് എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഇന്റേണൽ എത്ര കുറവായാലും നമുക്ക് എക്സ്റ്റേണൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 75 മാർക്സ്. അതിലെ ഞാൻ 5 ഇയറിന്റെ പേപ്പർ പോലെ തന്നെ ഓക്കെ ക്വസ്റ്റ്യൻസ് പാർട്ട് A, പാർട്ട് B, C 3 ഡിവിഷനായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, 3 hours ആണ് എക്സാം ടൈം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ 32 പേജസിന്റെ ഒരു ബുക്ക്ലെറ്റ് ആണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി തീർക്കണം. അഡീഷണൽ ഷീറ്റുകളൊന്നും എന്ത് ചെയ്യില്ല, ഇഷ്യൂ ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പാർട്ട് A നോക്കാം. പാർട്ട് Aയിൽ നമുക്ക് 8 ചോദ്യം തന്നിട്ടുണ്ട്. 8 ചോദ്യത്തിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 മാർക്സ്. അപ്പോൾ 8 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 5 എണ്ണം ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ്, അതായത് 6 × 5 30 മാർക്സ് ആണ് പാർട്ട് Aയിൽ വരുന്നത്. പാർട്ട് A എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഭാഗം തന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് എസ്സേ എഴുതണം. അപ്പോൾ അത് എന്ത് ചെയ്യുക, എങ്ങനെ എഴുതണം, എത്രത്തോളം എഴുതണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, സബ്സ്റ്റൻസ് അതായത് കണ്ടന്റ് മാറ്റർ ചെയ്യും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മാറ്റർ ചെയ്യും. ഓക്കെ, കാരണം ഒരു 12 മാർക്കിന്റെ ഒരു ക്വസ്റ്റിന് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി മാറ്റർ ചെയ്യും. ബട്ട് ക്വാണ്ടിറ്റിയെക്കാട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റിയാണ്, കണ്ടന്റിനാണ് ക്വാളിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ട് കേസ് ലോസ് കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ പ്രമുഖ ജൂറിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കോട്ട് ചെയ്യാൻ ശ്രമിക്കുക. സെക്ഷൻസ് കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ ശ്രമിക്കുക. ഓക്കെ, വെറുതെ കുറേ സബ്സ്റ്റൻസ് എഴുതാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ സെക്ഷൻസ്, കേസ് ലോസ്, ഇല്ലുസ്ട്രേഷൻസ് ഇതിനൊക്കെയാണ് മാർക്ക്. ഇപ്പോൾ ചില കേസിലൊക്കെ ഒരുപാട് കേസ് ലോസ് ഉണ്ട്. എല്ലാം ഒന്നും പഠിക്കുക എന്നുള്ളത്
എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കേസിലൂടെ ഫാക്ടർ ചെയ്യാം, പക്ഷേ കേസ് മറന്നു, കേസ് ടൈറ്റിൽ കോസ്റ്റ് ടൈറ്റിൽ മറന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇല്ലുസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. അപ്പോൾ അതാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് എയിൽ എന്ന് പറയുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ക്വാണ്ടിറ്റിയെക്കാട്ടി കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാളിറ്റിയാണ്. നിങ്ങളുടെ ആൻസറിൻ്റെ സെക്ഷൻസ്, അതുപോലെ തന്നെ കേസ് ലോസ്, ഇല്ലുസ്ട്രേഷൻസ്, പ്രമുഖ ജൂറിസ്റ്റുകളുടെ ഒപ്പീനിയൻസ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ അപ്പോൾ അതാണ് പാർട്ട് എ. ഇനി പാർട്ട് ബി നോക്കാം. പാർട്ട് ബി എന്ന് പറയുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഇത് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്യുക. ഈച്ച് ക്വസ്റ്റ്യൻ 10 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് ആണ്. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് കേസസ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നോർമലി ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഏതെങ്കിലും നമ്മുടെ ടോപ്പിക്കിലുള്ള ഏതെങ്കിലും കേസ് അതിനെ എന്ത് റീഫർബിഷ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, പ്രോബ്ലം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേസുകൾ കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവും, ഇത് മറ്റേ കേസാണ്, നിങ്ങൾക്ക് നേരിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കേസുകൾ പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പാർട്ട് ബി ഭാഗം ആൻസർ ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും. ഓക്കെ, ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യണം, കേസസ് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ കേസസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഇന്ന കേസാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാം. പിന്നെ അതുപോലെ ഫാക്ട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ എഴുതുക. അത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, പ്രോബ്ലം വായിച്ചിട്ട് നിങ്ങൾക്ക് ഏത് കേസാണെന്നോ ഏത് ഭാഗത്തു നിന്നാണെന്നോ ഒന്നും മനസ്സിലാവില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യരുത്. നമ്മുടെ യൂണിവേഴ്സിറ്റി കേസിലും ഒരു കാരണവശാലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ല, ഫാക്ട് ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും, ഇല്ലേ, ഫാക്ട് ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. ഇഷ്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്തിട്ട് ഇഷ്യൂ. പിന്നെന്താ, ജഡ്ജ്മെന്റ് നിങ്ങളുടെ റാഷണൽ തിങ്കിങ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു വലിയ മണ്ടത്തരങ്ങളില്ലാത്ത ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരെണ്ണം ഫ്രെയിം ചെയ്യുക. എന്നിട്ട് അതിനെ നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന റീസൺസ് ഒക്കെ വെച്ച് എഴുതുക. ഇനി 10 മാർക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3-4 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒന്നും കിട്ടാണ്ടിരിക്കാട്ട് നല്ലതല്ലേ 3-4 മാർക്കെങ്കിലും കിട്ടുന്നത്. അപ്പോൾ കേസസ് കൃത്യമായിട്ട് പഠിച്ചു പോയാലാണ് ഈ പാർട്ട് ബി സെക്ഷൻ നിങ്ങൾക്ക് ആൻസർ. കാരണം വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ഉണ്ട്. മൊത്തം 20 മാർക്കാണ് പാർട്ട് ബി സെക്ഷനിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. നമുക്ക് പാർട്ട് സി സെക്ഷൻ. പാർട്ട് സി സെക്ഷൻ എന്ന് പറയുന്നത് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. എനി ടു ക്വസ്റ്റ്യൻസ്, ഏതിന് 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. എനി 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 12.5 മാർക്ക്. അതായത് പാർട്ട് സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം 25 മാർക്കാണ് പാർട്ട് സി സെക്ഷൻ. ഈ പാർട്ട് സി സെക്ഷൻ തീരുമാനിക്കും നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകണോ വേണ്ടി വരും. അപ്പോൾ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഭയങ്കര ബ്രീഫായിട്ട് കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഞാൻ പറഞ്ഞില്ലേ, ലോങ് എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സെക്ഷൻസ്, കേസ് ലോസ്, ഇല്ലുസ്ട്രേഷൻസ്, ജൂറിസ്റ്റിക് ഒപ്പീനിയൻസ്, പ്രോപ്പർ കണ്ടന്റ്. അത് നിങ്ങളൊരു ആൻസർ നിങ്ങൾ കാണുമ്പോൾ തന്നെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ എക്സ്പ്ലെയിൻ ദ ഒഫൻസസ് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റിനെതിരെയുള്ള ഒഫൻസുകൾ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യണം, ആൻസർ എങ്ങനെ ഫ്രെയിം ചെയ്യണം, ആദ്യം ക്രൈം എന്താണെന്ന് പറയണം. ഓക്കെ, ക്രൈമിൻ്റെ എലമെന്റ്സ് പറയണം, സ്റ്റേറ്റ് എന്താണെന്ന് പറയണം. അങ്ങനെ നിങ്ങൾ എന്തിനും ബിൽഡ് ചെയ്ത് വരണം, അല്ലേ. നമ്മൾ തറ പണിത് ചോറ് പണിത് വാർക്കുക, ഒരു വീട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യും. നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസറിന് ഭംഗി ഉണ്ടാവില്ല. ഫ്രെയിം ചെയ്തെടുക്കും. ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒഫൻസ് എന്താണെന്ന് പറയണം, ഒഫൻസിന്റെ എലമെന്റ് ക്രൈം, ഒഫൻസ് എന്ന് പറഞ്ഞാൽ ക്രൈമിന്റെ എലമെന്റ്സ് പറയണം. അങ്ങനെ നിങ്ങൾ ഫ്രെയിം ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതൊരു ഏറ്റവും അവസാനമായിട്ട് നടന്ന ഒരു 3 ഇയർ ഫസ്റ്റ് സെം പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇത് നോക്കിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് പോകുമ്പോൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ആദ്യം വേണം. സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്ന സമയം നല്ല നല്ല ബുക്കുകളിൽ നിന്ന് റെഫറൻസ്, ലൈബ്രറിയിൽ പോയി ലൈബ്രറി കാർഡ് വെച്ച് നല്ല നല്ല ബുക്സ് ഒക്കെ എടുത്ത് റെഫറൻസ് നിങ്ങൾ എടുത്ത് പോകുക. ഇപ്പോൾ ലീഗൽ ബുക്സ് നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കുന്നവരുണ്ട്, അങ്ങനെയും മേടിച്ച് സ്വന്തം ബുക്ക് തന്നെ മേടിച്ച് പഠിക്കണം എന്ന് അങ്ങനത്തെ പ്രാന്തമുള്ളവരുണ്ട്. ഓക്കെ, ലീഗൽ ബുക്സ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ലൈബ്രറി കാർഡ് വെച്ച് ലൈബ്രറിയിൽ നിന്ന് ആ ബുക്സ് എടുക്കുക. അപ്പോൾ ഒരു എക്സാം നിങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് കാണും മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ബുക്സ് എടുത്ത് വയ്ക്കുക. ചിലപ്പോൾ എക്സാം പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ബുക്കിന് വേണ്ടി പോകുക, ചിലപ്പോൾ ലൈബ്രറിയുടെ ബുക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ ബുക്സ് ഒക്കെ എടുത്ത് കൃത്യമായിട്ട് റെഫർ ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ, 3 ഇയർ LLB സ്റ്റുഡൻസിന് ഇത് വല്ലാണ്ട് ബ്രീഫായിട്ടൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. ബട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ
ശ്രദ്ധിച്ചു പോകണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനിയും കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വലിയൊരു കാര്യം. അപ്പോൾ ഈ കണ്ടൻസ് ഹെൽപ്ഫുള്ളായി ഉറപ്പായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.